ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം ബഷീർ അബ്ദുള്ള ഫൈസി ഉസ്താദ് അവർകൾ, ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായ സലാം ബാക്കവി ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ പാലേരി, സയ്യിദ് ഷർഫുദ്ദീൻ ജിഫിരി, സയ്യിദ് സനാ ഉള്ള തങ്ങൾ, ബഹുമാനനായ കെ സി മുജീബ് റഹ്മാൻ, മറ്റ് വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിട്ടുള്ള ഉമറാക്കൾ, നേതാക്കൾ, ഉലമാക്കൾ, സംഘടനാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനപരമായ ഒരു നിമിഷത്തിലാണ് ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ SNEC-യുടെ വടകര താലൂക്കിൽ ആദ്യമായി നമ്മൾ ശരിയ പ്ലസും സി പ്ലസും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ, പ്രിയപ്പെട്ട നാട്ടുകാരുടെ ആളുകളൊക്കെ വളരെ കൃത്യമായി ഞങ്ങളോട് നിരന്തരം ആവശ്യപ്പെട്ടു, ഈ സ്ഥാപനം നമ്മളെ ഏരിയയിൽ നമുക്ക് വേണമെന്ന്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുണ്ടാക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിതിങ്ങനെ ഡീപ്പായി ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞ റമദാനിൽ ഞങ്ങളൊന്ന് ഒത്തുകൂടിയത്. ഈ റമദാനല്ല, കഴിഞ്ഞ റമദാനിൽ 1 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളൊന്ന് ഒത്തുകൂടിയത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശാശയങ്ങൾ അനുസരിക്കുന്ന ഒരു ടീം, ആഞ്ചേരി പ്രദേശത്ത് ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു ടീം ഞങ്ങളൊന്ന് റമദാനിൻ്റെ തറാവിക്ക് ശേഷം ബഹുമാനപ്പെട്ട TPC തങ്ങളുടെ സന്നിധിത്തിൽ ഞങ്ങളൊന്ന് ഒത്തുകൂടി. അങ്ങനെ ഒത്തുകൂടിയതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ചർച്ച ചെയ്തു, ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ സ്ഥലങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിരന്തരമായ ഇടങ്ങളിൽ ഞങ്ങൾ പോയി. ഒരു ദിവസം മഗ്‌രിബിന് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച ആളെ ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഈ സ്ഥാപനം വന്നതെന്ന് പ്രിയപ്പെട്ടൻ്റെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉമറാക്കളോട്, മഹല്ല് ഭാരവാഹികളോട്, മദ്രസ ഭാരവാഹികളോട്, പ്രിയപ്പെട്ടൻ്റെ സുഹൃത്തുക്കളോട് കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ തങ്ങൾ ഉസ്താദിൻ്റെ സമ്മതത്തോടു കൂടി നിങ്ങളോടത് പറയുന്നത്. അങ്ങനെ രാത്രി ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾക്ക് ആളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ കോള് ഞങ്ങൾക്ക് വരുന്നത്. ഒരു മനുഷ്യൻ്റെ കോള് ഞങ്ങൾക്ക് വന്നു. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം പള്ളിയിൽ ജമാഅത്തിന് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കബീർ റഹ്മാനിയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള 10 സെന്റ് സ്ഥലം ഞാൻ തരാം. ആ മനുഷ്യൻ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ പറഞ്ഞു, 10 സെന്റ് സ്ഥലം നിങ്ങൾ തരാമെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, പക്ഷേ അത് മതിയാവില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടു കൂടി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ നല്ല മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, ഞാനൊരു 10 കൂടി കൂട്ടി നിങ്ങൾക്ക് 20 തരാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ അദ്ദേഹം വളരെ കൃത്യമായി സയ്യിദുൽ ഉലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ സയ്യിദുൽ ഉലമയോടത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധം എന്ന് പറയുന്നത് സയ്യിദുൽ ഉലമയുടെ കയ്യിൽ ആ ആധാരം കൊണ്ടു കൊടുക്കണം എന്നുള്ളതാണ്. സയ്യിദുൽ ഉലമയുടെ അടുത്തേക്ക് ചെന്ന് ആ ആധാരം കൈമാറിയിട്ട് സയ്യിദുൽ ഉലമയുടെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അവിടുന്ന് പോന്നു. ആ 20 സ്ഥലം കൊണ്ട് ഞങ്ങൾക്ക് എവിടെയും ആവില്ല എന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ സമ്മതത്തോടുകൂടി ആ സ്ഥലം ഞങ്ങൾ വിറ്റു. ആ വിറ്റതിന് ശേഷമാണ് മനോഹരമായ ഒരു സ്ഥലം, നമ്മൾ ഈ തടിച്ചുകൂടിയ ഈ പ്രദേശത്ത് മനോഹരമായ ഒരു സ്ഥലം നമ്മൾ വാങ്ങിയത്. എന്തിനാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത്? വലിയ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ കൂടെയുള്ളത് 333 ടീം അംഗമാണ്. 333 ടീം അംഗമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ആ ടീം അംഗം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയ ബഹ്റൈനിലും ദുബായിലും ഖത്തറിലും UAE-യിലും അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിലുമുള്ള സഹപ്രവർത്തകന്മാർ ജോലി ചെയ്യുന്നവർ ഈ ടീമിലുണ്ട്.
ഇന്ത്യ രാജ്യത്ത് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവർ അംഗം സലാം ബാക്കവി ഉസ്താദ് നമ്മളെ വേദിയിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ടീം വിപുലമായൊരു കൺവെൻഷൻ ആഞ്ചേരിയിൽ വിളിച്ചു. വിവിധമായൊരു കൺവെൻഷൻ ആഞ്ചേരിയിൽ വിളിച്ചതിന് ശേഷം നമ്മൾക്കിത് തുടങ്ങണം. അങ്ങനെ ഈ സ്ഥലം വന്ന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് ഈ സ്ഥലത്തിന്റെ പ്രക്രിയകളൊക്കെ പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ അടുത്തേക്ക് ഞങ്ങൾ വീണ്ടും പോയി. തങ്ങൾ ഉസ്താദിന്റെ ഡേറ്റ് വാങ്ങി. ഒരു റമളാനിൽ, ഈ കഴിഞ്ഞ റമളാനിൽ തങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി. ഞങ്ങളൊരു ടീമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 25 അടുത്ത ആളുകൾ, ഈ നാട്ടിലെ ഉമറാക്കൾ, ഈ നാട്ടിലെ ഉലമാക്കൾ, ഈ നാട്ടിലെ സഹപ്രവർത്തകന്മാർ, ഞങ്ങളുടെ സംഘടനാ ബന്ധുക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും കൂട്ടി സയ്യിദുൽ ഉലമയുടെ അടുത്ത് ഒരു ദിവസം റമളാനിൽ സുബ്ഹി നമസ്കരിച്ച് ഞങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് പോയി. ഉസ്താദിനോട് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു. ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നിങ്ങനെ ശിലാസ്ഥാപനം നടത്താൻ ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നു. ആ ഡേറ്റിലാണ് നമ്മൾ ഇന്ന് മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഇന്നിവിടെ ശിലയിട്ടിരിക്കുന്നത്. എന്താണ് SNEC എന്ന് നേരത്തെ 9 മണി മുതൽ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ധാർമ്മിക ബോധമുള്ള, തന്റെ ഉപ്പ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലത്ത്, വീട്ടിന്റെ അകത്തലങ്ങളിൽ ചെല്ലുമ്പോ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന മക്കളുള്ള കാലത്ത് തന്റെ ഉപ്പയാണ്, തന്റെ ഉമ്മയാണെന്ന് തിരിച്ചറിയാൻ കൃത്യമായി ബോധ്യമുണ്ടാകുന്ന ഒരു മക്കളെ വാർത്തെടുക്കലാണ്, ദീനീ ബോധമാണ്. ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നാമതും നീ മുസ്ലിം ആവണം, നീ രണ്ടാമതും നീ മുസ്ലിം ആവണം, മൂന്നാമതും നീ മുസ്ലിം ആവണം എന്ന് പറഞ്ഞാൽ 1, 2, 3 നീ ദീനിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ്. മതബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കലാണ് SNEC കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 7ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്. എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ. ഇന്നലെ എൻ്റെ നാട്ടിൽ നിന്നൊരു ഉമ്മ വിളിച്ചു. ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കോഴിക്കോട് ജില്ലയിൽ 7ാം ക്ലാസ്സിന് ഞങ്ങൾക്ക് ഈ ക്യാമ്പസ് പഠിക്കാനുള്ളത് പെൺകുട്ടികൾക്ക് കുറ്റിക്കാട്ടൂരാണ്. ആ കുറ്റിക്കാട്ടൂരിലേക്ക് അഡ്മിഷന്റെ രജിസ്ട്രേഷൻ, ഈ അഡ്മിഷൻ എക്സാം കഴിഞ്ഞപ്പോ ആ കുട്ടി വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എന്നെ അതിലേക്കൊന്ന് പരിഗണിക്കുമോ എന്ന് ഒരു ഉമ്മ വിളിക്കുമ്പോ ആ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മോളെ ഞാൻ അവിടേക്ക് ചേർത്താൽ എൻ്റെ മകൾ കൃത്യമായി ദീനീബോധമുള്ള, അച്ചടക്കമുള്ള ഒരു കുട്ടിയായി വളരുമെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ആ പരസ്യങ്ങൾക്കപ്പുറം സാത്വികന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന, ഉസ്താദുമാരും പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി SNEC നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50ഓളം സ്ഥാപനങ്ങളാണ് കേരളത്തിലും വിവിധങ്ങളായ ഇടങ്ങളിലുമായി പ്രവർത്തിച്ചു പോരുന്നത്. വടകര താലൂക്കിൽ ആദ്യമായി. ഇത് ആഞ്ചേരിയിൽ ഒരു സ്ഥാപനമല്ല. ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ട എൻ്റെ മഹല്ല് ഭാരവാഹികളോട്, പ്രിയപ്പെട്ട എൻ്റെ ഉമറാക്കളോട്, നിങ്ങളാണ് ഞങ്ങളെ കരുത്തെന്ന് പറയുന്നത്. മഹല്ലത്താണ് ഞങ്ങളെ കരുത്തെന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ട് ഇതിന്റെ കൂടെ. ഞങ്ങൾക്ക് കരുത്തു പകരാൻ ഒരുപാട് ഉമറാക്കളുണ്ട്. തലയെടുപ്പുള്ള 80, 70, 85, 60 വയസ്സുള്ള പ്രായമുള്ള ഉപ്പമാർ ഞങ്ങൾ ഈ ടീമിന്റെ കൂടെയുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ ടീമിന്റെ കൂടെ കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളും ഞങ്ങളെ ടീമിന്റെ കൂടെ ഇന്നത്തോടുകൂടി ഭാഗമാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് രജിസ്ട്രേഷൻ വരുമ്പോ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ പേരും നമ്പറും സ്ഥലവും നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്നറിയോ? ഇതിന്റെ കൂടെ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. ഞങ്ങൾ വലിയ ദൗത്യമാണ് ഒരു തലമുറയെ ഉണ്ടാക്കാൻ. ദീനീബോധമുള്ള, നല്ല സാംസ്കാരിക ബോധമുള്ള, നല്ല സമൂഹത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ പലപ്പോഴും പറയുന്നത് നടു റോട്ടിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മളെ മക്കൾ മാറിപ്പോകുന്ന സാഹചര്യം, യുവാക്കൾ മാറിപ്പോകുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് ദീനീബോധമുള്ള ഒരു മക്കളെ, ദീനീബോധമുള്ള ഒരു മകനെ, നീതിബോധമുള്ള ഒരു മകളെ വാർത്തെടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, ലക്ഷ്യം വലുതാണ്, ലക്ഷ്യം വലുതാണ്. ഒരുപാട് ലക്ഷ്യമുണ്ട്. ഞാൻ നിങ്ങളെ മുന്നിൽ ഓർമ്മപ്പെടുത്തട്ടെ, ഞങ്ങൾ ഇതുവരെയും ഒരു പിരിവിന് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഈ സ്ഥലത്തിന്റെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സ്ഥലത്തിന്റെ മുഴുവനായ രജിസ്ട്രേഷനും സ്ഥലത്തിന്റെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. റമളാനിന്റെ കുറച്ചു മുമ്പാണ് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ് ഇതിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഒരുപാട് കടമ്പകൾ ബാക്കിയുണ്ട്. ഇതിലേക്ക് എത്ര പേരാണ് സഹായിക്കുന്നത്? നിങ്ങളെ മുന്നിലേക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വെള്ളം കൊണ്ടു തരുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, അവിടേക്ക് ആവശ്യമായ ബോട്ടിൽ വെള്ളം ഞാൻ തരാമെന്ന് ഒരു മനുഷ്യൻ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യൻ കാറിൽ ഇവിടെ വന്ന് കൊണ്ടിറക്കി.
ഉസ്താദിനറിയാം, ബഹുമാനപ്പെട്ട സലാലയിലുള്ള ലത്തീഫ് ഫൈസി ഉസ്താദ്, അദ്ദേഹത്തിന് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ജ്യൂസ് അദ്ദേഹം ഇന്നലെ അതിനാവശ്യമായ സാമ്പത്തിക സഹായം മുഴുവനായി ഞങ്ങൾക്ക് തന്നു. ഒരു സഹോദരൻ ഇങ്ങനെ ഒരു സംവിധാനമുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരൻ, ഒരു പ്രവാസി സുഹൃത്ത്, നമുക്കറിയാം യുദ്ധമാണ്, എല്ലാവരും ഭീതിയിലാണ്, യുദ്ധം ഇപ്പൊ എന്ത് സംഭവിക്കുമെന്നറിയാത്ത സാഹചര്യത്തിലും SNEC ആണ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപനമാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ ഞങ്ങൾക്ക് തന്നത് 10 ലക്ഷം രൂപയാണ്. ഞങ്ങൾക്ക് ഓഫറായി തന്നത് 10 ലക്ഷം രൂപയാണ്. ഉസ്താദിന്റെ മുമ്പിലേക്ക് ഞാനത് വെക്കാൻ, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യനൊന്നല്ല, ഒരു അധികം ഒരു 30-40 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്നത്. അങ്ങനെ 1 ലക്ഷമായി, 1.5 ലക്ഷമായി, 2 ലക്ഷമായി, 50,000മായി. സ്ക്വയർ ഫീറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് ഓരോരുത്തരും തരാൻ ഞങ്ങൾ അവിടെയും ഒരു റെസീറ്റ് പിരിച്ച് പിരിവിന് ഞങ്ങൾ പോയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ റമദാനിന്റെ 25-ന്റെ അന്ന് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ പബ്ലിക്കിൽ ഔട്ട് ചെയ്തു. ഒരു പോസ്റ്ററാണ്, സ്ക്വയർ ഫീറ്റിന്റെ എണ്ണം വെച്ചാട്ടാണ് അത് ഞങ്ങൾ വിട്ടത്. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ വരെ ആ പോസ്റ്റർ ഓടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് 1ാം ഘട്ട ബിൽഡിംഗ് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് 20,000 സ്ക്വയർ ഫീറ്റാണ്. ടോട്ടൽ ഇവിടെ ഉള്ളത് 40,000 സ്ക്വയർ ഫീറ്റാണ്. അതിന്റെ ബ്രോഷറും അതിന്റെ മനോഹരമായ വീഡിയോവും അതെങ്ങനെ വന്നാൽ ഈ കെട്ടിടം ഈ മണ്ണിൽ ഇവിടെ വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഈ സ്ക്രീനിൽ ഇവിടെ പ്രദർശിപ്പിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അത് ലോഞ്ച് ചെയ്യും. നിങ്ങൾ അതൊക്കെ കാണണം, എങ്ങനെയാണ് ഈ സ്ഥാപനം വരുന്നതെന്ന്, എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന്. അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ പോവേണ്ടത് എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട്, മനോഹരമായി ഇതിനെ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ പലയിടങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പഞ്ചായത്തുകൾ തിരിച്ച് വിവിധങ്ങളായ സ്കോഡുകളാക്കി ഈ 333-ൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുത്തിട്ടാണ് വിവിധങ്ങളായ വീടുകളിൽ പോയി ഞങ്ങൾ ആളുകളെ ക്ഷണിച്ചത്. ഇതിന്റെ ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു. നിങ്ങൾ ഈ ക്ഷണം ഏറ്റെടുത്ത് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഈ നട്ടുച്ച വെയിലത്തും ഈ സ്ഥാപനത്തെ ചേർത്തു പിടിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സ്ഥാപനം ഇവിടെ വന്നാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരുപാട് ആളുകൾ, ഇന്നലെ ഒരു മനുഷ്യൻ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ ഗ്രൂപ്പിലുള്ള ഒരു പ്രവാസിയായ സുഹൃത്താണ്, നാളെ നല്ല പൈസ ചെലവ് വരൂലേ, അതിലേക്ക് എൻ്റെ ഒരു വിഹിതം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വലിയൊരു സംഖ്യ ഒരു മനുഷ്യൻ ഇന്നലെ ഞങ്ങളെ ഗൂഗിൾ പേയിലേക്ക് അയച്ചു തന്നു. അങ്ങനെ വിവിധങ്ങളായ ഇടങ്ങളിൽ രജിസ്ട്രേഷന് വേണ്ടി 2.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ, അതിലേക്ക് നിങ്ങൾക്ക് എത്ര പൈസയാണ് വേണ്ടത് എന്ന് ചോദിച്ച് ആളുകൾ അയച്ചു തരാൻ. ഞങ്ങളുടെ ലക്ഷ്യം വലുതാണ്, 20,000 സ്ക്വയർ ഫീറ്റിൽ നിന്ന് വാട്സപ്പിലൂടെ മാത്രം ഞങ്ങളിപ്പോ പിരിച്ചെടുത്തത് സ്ക്വയർ ഫീറ്റ് ഓഫറായി വന്നത് 2773 സ്ക്വയർ ഫീറ്റാണ്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് വേണ്ടതുണ്ട്. ഒരുപാട് കല്ലുകൾ വേണം, ഒരുപാട് കമ്പികൾ വേണം, ഒരുപാട് പൂയികൾ വേണം. നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ കൊടുക്കണം. എത്രയുമാവാം. ഇതൊരു ജാരിയായ സദഖയാണ്. കാലാകാലം ഇതുണ്ടാവും. ഒരു തലമുറ പുതിയൊരു തലമുറ ഈ നാട്ടിൽ പുതിയൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. ആ സംവിധാനത്തിന്റെ കൂടെ ഓരം ചേർന്ന് നിൽക്കാൻ നിങ്ങൾ ഉണ്ടാവണമേ എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഇത് വലിയൊരു ടീമല്ല, 333 അംഗ ഒരു ടീമാണ്. അതിൽ യുവാക്കളാണ് കൂടുതലുള്ളത്. പുതിയ തലമുറയാണ്. ആ തലമുറയാണ് ഈ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഉത്തരവാദിത്തത്തിന്റെ കൂടെ നിങ്ങൾ പാറ പോലെ ഉണ്ടാവണം. ഞങ്ങൾ വലിയ സംഖ്യകളൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല, ഒരു പിരിവായും ഈ സദസ്സിനെ ഞങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാവണം, ഈ സ്ഥാപനം ഉണ്ടാവണം. കാലാകാലം ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ഥാപനം ഉസ്താദ് പറഞ്ഞത് ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര പൈസയാന്ന് കൂടി പറയാനാണ് ഉസ്താദ് പറഞ്ഞത്. ഞാനത് 2773 സ്ക്വയർ ഫീറ്റാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണമായി ഫിനിഷിംഗ് പണിക്ക് എഞ്ചിനീയർ കണക്കാക്കിയത് 2,500 രൂപയാണ്. പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഫിനിഷിംഗ്, അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയ പൂർണ്ണമായ ഫിനിഷിംഗ്, കംപ്ലീറ്റ് ഡിജിറ്റൽ സംവിധാനത്തിലുള്ള, ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഡിജിറ്റൽ സംവിധാനത്തിലുള്ള ക്ലാസ് റൂമുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാട്ടിക്കൂട്ടൽ സംവിധാനമല്ല. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത്, രക്ഷിതാവ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഹോസ്റ്റൽ സംവിധാനത്തോടു കൂടിയുള്ള ക്യാമ്പസാണ്. അങ്ങനെയാകുമ്പോൾ അത്
അതിൻ്റെതായ വൃത്തിയിലും അതിൻ്റെതായ നല്ല ഭംഗിയിലുമാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കും. 2500 രൂപയാണ് അത് പൂർണ്ണമായ ഫിനിഷിങ്ങിന് വേണ്ടി ഞങ്ങൾ എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. അത് സ്ട്രക്ചർ വർക്കിനും മറ്റ് അതുവരെയുള്ള സംഗതികൾക്കാണെങ്കിൽ 1500 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് കണക്കാക്കിയിട്ടുള്ളത്. 2 ഘട്ടമായി പറഞ്ഞത് എന്ന് പറയുന്നത് എഞ്ചിനീയർ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. എല്ലാ ആളുകൾക്കും 2500 തരാൻ പറ്റിയെന്ന് വരില്ല. എല്ലാ ആളുകൾക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ 1500 തരാൻ 3 ഘട്ടങ്ങളിലായി, 2 ഘട്ടങ്ങളിലായി, 1 ഘട്ടങ്ങളിലായി, അല്ലെങ്കിൽ വിവിധങ്ങളായ ഘട്ടങ്ങളിലായി പൈസ തരാൻ ആഗ്രഹമുള്ളവരുണ്ടാവാം. ഈ 1 ലക്ഷം തന്നവർ, ഈ 10 ലക്ഷം തന്നവർ, ഈ 2 ലക്ഷം തന്നവർ, ഈ 50,000 തന്നവർ, 60,000 തന്നവർ, 25,000 തന്നവർ. ഇന്നലെ ഒരു മനുഷ്യൻ എൻ്റെ കയ്യിലേക്ക് ചുരുട്ടിയിട്ട് തന്നത് 200 രൂപയാണ്. ആ മനുഷ്യൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ്. 200 രൂപ ആ പോക്കറ്റിൽ, ഇപ്പോഴും എൻ്റെ പോക്കറ്റിൽ ആ പൈസ ഉണ്ട്. 200 രൂപയാണ് ഈ സ്ഥാപനത്തിലേക്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് മുതൽ 10 ലക്ഷം രൂപ വരെ ഞങ്ങൾക്ക് ഇപ്പോൾ ആളുകൾ തന്നു കഴിഞ്ഞു. ആ മനുഷ്യൻ 20 സെന്റ് സ്ഥലം തന്നപ്പോൾ തുടങ്ങിയതാണ് ഈ സംരംഭം. ആശയങ്ങൾ ഒരുപാടുണ്ട്, പദ്ധതികൾ ഒരുപാടുണ്ട്. സ്ക്വയർ ഫീറ്റിന് തങ്ങൾ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 2500 രൂപയാണ് പൂർണ്ണമായ ഫിനിഷിങ്ങിന് വേണ്ടി എഞ്ചിനീയർ പറഞ്ഞത്. 1500 രൂപയാണ് അതിൻ്റെ സ്ട്രക്ചർ വർക്കിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ മനോഹരമായ ഒരു കെട്ടിടമാണ് 1ാം ഘട്ടത്തിലുള്ളത്. 2ാം ഘട്ടത്തിൽ അതിൻ്റെ ഹോസ്റ്റൽ സംവിധാനമുണ്ട്. അതിനിപ്പുറം ഒരു അഡ്മിനിസ്ട്രേറ്റർ ബോക്സ് സംവിധാനമുണ്ട്. ടോട്ടൽ 40,000 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ സംവിധാനത്തിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത്. ആവശ്യമായ ഒരുപാട് സ്ക്വയർ ഫീറ്റുകൾ ഇനിയും നമ്മൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഇടങ്ങളിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഉസ്താദിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സമദ് വൈസി ഉസ്താദ് പൂർണ്ണമായൊരു സ്ക്വയർ ഫീറ്റിൻ്റെ 2500 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാവാട് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ SKSFകാർക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഞാനൊക്കെ വീട്ടിൽ പോയ സമയത്ത് എപ്പം പോയാലും ചേർത്ത് പിടിക്കും ഒരു മകനെ പോലെ. എന്നിട്ട് ഞങ്ങൾ പോരുമ്പോൾ ഒരു 100 രൂപ തരും. ഉസ്താദ് ഒരു 100 രൂപ തന്നിട്ട് പറയും ഇത് അവിടെ വെച്ചോന്ന് പറയും. അങ്ങനെ SKSFകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ ചേർത്ത് പിടിച്ച ഒരു മഹാമനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദീർഘിച്ചു പോയിട്ടുണ്ട്. ഇത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആർക്കും തെറ്റിദ്ധാരണയുണ്ടാവരുത് എന്നതുകൊണ്ടാണ്. ദീർഘകാലത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ തുടക്കം കുറിച്ചത്. ഇതെവിടെയും ഒന്നിനും ബദലല്ല, കൃത്യമായ സംവിധാനമാണ്. എവിടെയും ഒന്നിനും ബദലല്ല. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയാൻ, ഒന്നിനും ബദലല്ല, കൃത്യമായ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് ഉസ്താദുമാർ മുശാവറ പ്രഖ്യാപിച്ച സമസ്ത നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ SNECയുടെ ഒരു ബ്രാഞ്ച്, അങ്ങനെ പറയാവോന്നറിയില്ല, എന്നാലും ഒരു സ്ഥാപനം ശരീഅ പ്ലസ് അതുപോലെ തന്നെ C+ ആണ്. 2 സ്ഥാപനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 1ാം ഘട്ടത്തിൽ ശരീഅ പ്ലസ് ആണ്. ഇൻഷാ അല്ലാഹ് അടുത്തത് തന്നെ പെട്ടെന്നും ഞങ്ങൾ C+ഉം ഞങ്ങൾ ആരംഭിക്കും. കച്ചകെട്ടി ഇറങ്ങാനാണ് ഒരു തലമുറ, ഒരു യുവാക്കൾ, ഒരു ടീം, 333 അംഗ ടീം ഞങ്ങൾ സജ്ജരായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് പ്രൗഢമായി ഈ പരിപാടിയിൽ നമ്മൾക്ക് ദീർഘരാത്ര നടത്തി രാവിലെ തന്നെ ഉസ്താദ് അവറുകൾ ഇവിടെ എത്തി നമുക്ക് ശിലാസ്ഥാപനം നടത്തി തന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് നമുക്ക് ശിലാസ്ഥാപനം നിർവഹിച്ച് തന്നിട്ടുള്ളത്. ഉസ്താദ് അവറുകളാണ് ഈ സമ്മേളനവും ഈ പൊതുവേദിയിലും ഉസ്താദ് അവറുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ട് ലോഞ്ചിങ്ങിൻ്റെ നിർവഹണവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ് നിർവഹിക്കുന്നത്. ഉസ്താദ് അവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി എല്ലാവിധ ആദരവുകളോടി ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കൊക്കെ ആദരണീയനും ബഹുമാനീയനുമായിട്ടുള്ള ബഹുമാനനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗം, ഞങ്ങളൊക്കെ ബഹുമാനനായ ഉസ്താദ് അവറുകൾ ഉസ്താദ് ബഷീർ അബ്ദുള്ള ഫൈസി ചീക്കൊന്നവറുകളാണ്. ഉസ്താദ് അവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ബ്രോഷർ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. തങ്ങളവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ SNSCയെ കുറിച്ച് നമ്മളോട് സംവദിക്കുന്നത്, പ്രഭാഷണം നടത്തുന്നത് ബഹുമാനനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനനായ കേന്ദ്ര മുശാവറാംഗം ബഹുമാനനായ
അബ്ദുസലാം ബാക്കവി വടക്കേക്കാട് ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് സനാഉല്ല തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഷർഫുദ്ദീൻ ജിബ്രി, സയ്യിദ് അലി തങ്ങൾ പാലേരി, ബഹുമാനപ്പെട്ട സയ്യിദ് TVC സമദ് പൈസി, ബഹുമാനപ്പെട്ട KC മുജീബ് റഹ്മാൻ, ബഹുമാനപ്പെട്ട ഹമീദാജി മരുന്നൂർ, നേരത്തെ പറഞ്ഞതുപോലെ ഉമറാക്കളിൽ ഞങ്ങളുടെ കൂടെ ഒരു കരുത്തായി ഞങ്ങൾക്കുള്ളവരാണ് ബഹുമാനപ്പെട്ട ഹമീദാജി, അതുപോലെ തന്നെ കക്കോട്ട് മൂസ ഹാജി, ബഹുമാനപ്പെട്ട കോട്ടയിൽ ഇബ്രാഹിക്ക, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ എൻ്റെ മുമ്പിൽ പേര് വന്നപ്പോൾ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ചിങ്ങാണ്ടി മൊയ്തു മുസല്യാർ ഞങ്ങളുടെ കൂടെ ഉലമാക്കളിൽ ഞങ്ങൾക്ക് കരുത്തായി ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പടിഞ്ഞാറത്തറ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരാണ്. വിവിധ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, മറ്റ് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ ഈ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. എല്ലാവരെയും ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഈ പരിസരത്ത് നിങ്ങൾ നോക്കിയാൽ കാണും, ഒരു ഗ്ലാസിൽ പച്ചവെള്ളം കിട്ടണമെങ്കിൽ അടുത്തെവിടെയും വീടില്ല, എവിടെയും വീടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പരിസരത്തുള്ള വീടുകളിലൊക്കെ ഞങ്ങൾ ക്ഷണിക്കാൻ പോയി. കുറച്ചപ്പുറം വീടുകളൊക്കെ ക്ഷണിക്കാൻ പോയപ്പോൾ അമുസ്ലിം വീടുകളുണ്ട്, ഒരുപാട് അമുസ്ലിം വീടുകളുണ്ട്. നമ്മളെ വീടുകൾ ഒരുപാടുണ്ട്, മുസ്ലിം വീടുകൾ ഒരുപാടുണ്ട്. ആ വീടുകളിൽ എല്ലാം ഞങ്ങൾ പോയപ്പോൾ രണ്ട് വീടുകളിൽ നിന്നും, എല്ലാ വീടുകളിൽ നിന്നും ഞങ്ങളെ ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് ഈ നാട്ടിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം, ഇന്നലെ വൈകുന്നേരം ഇവിടെ കുറച്ച് ഉമ്മമാർ വന്നു, കുറച്ച് അമ്മമാർ വന്നു. അവർ വന്നത് ഞങ്ങൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആ സൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് പൊങ്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഉമ്മയാണ്, പ്രാർത്ഥിക്കുന്നത് അമ്മയാണ്, പ്രാർത്ഥിക്കുന്നത് അച്ഛനാണ്. മുസ്ലിങ്ങൾ പോലും ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് പൊന്തട്ടെ എന്ന് പറഞ്ഞ് ഉയർന്നു വരട്ടെ എന്ന്, നിങ്ങൾക്ക് അടുത്ത വർഷം അധ്യയന വർഷം തുടങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അയൽവാസികളും ഉമ്മമാരും ഉപ്പമാരും അമ്മമാരും അച്ഛന്മാരും ഈ പരിസര പ്രദേശം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കതൊരു കരുത്താണ്. എല്ലാവരും ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ മഹല്ലും നിങ്ങളെ നാടും നിങ്ങളെ സമൂഹവും ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് പ്രൗഢമായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, എൻ്റെ മഹല്ല് ഭാരവാഹികളെ, എൻ്റെ ഉമറാക്കളെ, എൻ്റെ ഉമലാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളെല്ലാവരെയും സ്നേഹത്തിന്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ആദരവോടെ നിങ്ങളെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാന നിമിഷം വരെ, ഏറി വന്നാൽ 1.5 മണിക്കൂർ സമയമാണ്, അല്ലെ 2 മണിക്കൂർ സമയമാണ് ഈ പരിപാടി നീണ്ടു നിൽക്കുക. അവസാനത്തെ പ്രഭാഷണവും കഴിഞ്ഞ് ഡോക്യുമെന്ററിയും കണ്ട് നിങ്ങൾ പോവാബു എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത പദം അലങ്കരിക്കാൻ വേണ്ടി ബഹുമാനനായ സമസ്ത ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം ഉസ്താദ് അബ്ദുള്ള ഫൈസി ചീക്കോന്ന് ഉസ്താദ് അവറുകളെ ഏറെ ബഹുമാനത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.